ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് സഭ മഹോപദ്രവത്തിന് മുമ്പ് എടുക്കപ്പെടും എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളെ പറ്റിയാണ്. അന്തിക്രിസ്തു, കള്ളപ്രവാചകൻ, പഴയ പാമ്പ് എന്നീ സാത്താന്യ ത്രിത്വം സംഘടിതമായി പ്രവർത്തിക്കുന്ന പ്രവർത്തന കാലഘട്ടമാണ് മഹോപദ്രവം എന്ന് പറയുന്നത്. ദാനിയേൽ പ്രവചനം 9:25 അഭിഷിക്തനായ പ്രഭു എന്നും 26 വാക്യത്തിൽ വരുവാനിരിക്കുന്ന പ്രഭു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഭിഷിക്തനായ പ്രഭു കർത്താവായ യേശുക്രിസ്തുവാണ്. വരുവാനിരിക്കുന്ന പ്രഭു അന്തിക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് ശേഷമാണ് വരുവാനിരിക്കുന്ന പ്രഭുവായ അന്തിക്രിസ്തു തന്റെ ഭരണം തുടങ്ങുന്നത്. ഇന്ന് സഭയെ സകല സത്യത്തിനും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. യേശുക്രിസ്തു തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാകുന്ന ദൈവസഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് എല്ലാ ക്രൈസ്തവരും വിശ്വസിക്കുന്നു. എങ്കിലും ആ എടുക്കപ്പെടുന്ന സമയത്തെക്കുറിച്ച് തർക്കങ്ങൾ നിലവിലുണ്ട്. മഹോപദ്രവത്തിന് മുമ്പ് എടുക്കപ്പെടുമെന്നും മഹോപദ്രവത്തിന്റെ മധ്യേ എടുക്കപ്പെടുമെന്നും മഹോപദ്രവത്തിന് ശേഷം എടുക്കപ്പെടുമെന്നും 3 പഠിപ്പിക്കലുകളാണ് വിഷയസംബന്ധിയായി ഉള്ളത്. പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ എന്ന് അവ അറിയപ്പെടുന്നു. ഇതിൽ പ്രീ ട്രിബുലേഷൻ അഥവാ മഹോപദ്രവത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും എന്ന് വേദപുസ്തക സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ് ബ്രദറൻ പെന്തക്കോസ്ത് സഭാവിശ്വാസികൾ. ഞാനും ആ ആശയത്തോട് സമ്പൂർണമായി യോജിക്കുന്നു. അതിന്റെ ചില കാരണങ്ങളാണ് ഇന്ന് നാം പ്രധാനമായി പഠിക്കുന്നത്. മഹോപദ്രവ കാലഘട്ടം എന്ന് പറയുന്നത് യഹൂദജനം അനുഭവിക്കാൻ പോകുന്ന അതിരൂക്ഷമായ ശിക്ഷയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ മഹോപദ്രവം, ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് വിളിക്കപ്പെടുന്നു. ആ മഹോപദ്രവത്തിന്റെ തീവ്രതയെ വെളിപ്പെടുത്തുന്ന 7 വേദവാക്യങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യിരെമ്യാവ് 30:7 ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്ന കഷ്ടം, അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. വെളിപ്പാട് 3:10 സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. മത്തായി 24:21 ദാനിയേൽ 12:1 ലോകാരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. സഫന്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 17-18 വാക്യം. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവഭൂമിയും അവന്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. യെശയ്യാപ്രവചനം 34:8, 63:4 അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സംവത്സരവും ആകുന്നു. വെളിപ്പാട് പുസ്തകം 6:16-17 വാക്യം. കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പീൻ, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും? യോവേൽ പ്രവചനം 2:2, ആമോസ് 5:18-20 വാക്യങ്ങൾ. യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുൾ തന്നെയല്ലോ, ഒട്ടും പ്രകാശമില്ലാത്ത അന്ധതമസ്സു തന്നെ. ചുരുക്കത്തിൽ മഹോപദ്രവ കാലഘട്ടം എന്ന് പറയുന്നത് വലിയ കഷ്ടകാലം തന്നെയാണ്. ചില സാദൃശ്യ പദങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാം എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും ആകും. നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടാകുമ്പോൾ നീതിമാനായ നോഹയെയും തന്റെ കുടുംബത്തെയും 8 പേരെ പെട്ടകത്തിലാക്കി ദൈവം ആ പെട്ടകത്തിന്റെ വാതിൽ അടച്ചതിന് ശേഷമാണ് ജലപ്രളയം എന്ന ശിക്ഷാവിധി ലോകത്തിൽ ഉണ്ടായത്. 2 പത്രോസ് 2:5 ഉൽപ്പത്തി 7:7 അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മത്തായി 24:37 നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിലും ആകുമെന്ന് കർത്താവ് പറഞ്ഞത്. മത്തായി സുവിശേഷം 24-ാം അധ്യായം പ്രധാനമായും മഹോപദ്രവ കാലഘട്ടത്തെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. അതിനുള്ള ചില അനിഷേധ്യ തെളിവുകൾ മത്തായി 24 നിന്ന് തന്നെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. 15-ാം വാക്യം. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു. ഇത് മഹോപദ്രവ കാലഘട്ടത്തിൽ യഹൂദന്റെ ആലയത്തിൽ
അന്തിക്രിസ്തുവിന്റെ പ്രതിമ വെക്കുന്നതുമായി ബന്ധപ്പെട്ടാണെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പങ്കുവച്ചിട്ടുണ്ട്. മത്തായി 24:20 നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്തിൽ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? യഹൂദന്റെ ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരം എന്ന് പറയുന്നത് 1200 മീറ്ററാണ്, അഥവാ 1 കിലോമീറ്ററിലധികം. അതിൽ കൂടുതലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഓടിപ്പോകേണ്ടത് വരുന്നതെങ്കിൽ യഹൂദന് അവരുടെ മതപരമായ നിബന്ധന കൊണ്ടത് സാധിക്കുകയില്ല. ഓടിപ്പോകുന്നത് എവിടേക്കാണ്? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നു, മഹത്തുക്കളും നേതാക്കളും ഒക്കെ മലകളിലേക്കും പാറകളിലേക്കും ഓടിച്ചെന്ന് മലകളെ പാറകളെ ഞങ്ങളുടെ മേൽ വീഴുവിൻ, കുഞ്ഞാടിന്റെ കോപം വന്നുവല്ലോ, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. ആ ഓടിപ്പോക്കിനെ കുറിച്ചാവാം കർത്താവ് മത്തായി 24 അർത്ഥമാക്കിയത്. മത്തായി 24:21 വാക്യം, ഇത് യാക്കോബിന്റെ കഷ്ടകാലമാണ്. അത് യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. യിരെമ്യാവ് 30:7. മത്തായി 24:29 ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടു പോകും എന്ന് പറയുന്നുണ്ട്. ഇതും മഹോപദ്രവകാലത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വാക്യം 30, സകല ഗോത്രങ്ങളും പ്രലപിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സഭയെ ഒരിക്കലും ഗോത്രമായി പറഞ്ഞിട്ടില്ല. ഗോത്രം എന്ന പദം ഇസ്രായേൽ ഗോത്രങ്ങളെയാണ് അർത്ഥമാക്കുന്നത്. ചുരുക്കത്തിൽ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ അന്ത്യകാല ലക്ഷണങ്ങൾ മഹോപദ്രവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ സാദൃശ്യം ലോത്തിന്റെ ചരിത്രമാണ്. വലഞ്ഞുപോയ നീതിമാനാണെങ്കിൽ പോലും ലോത്തിനെയും കുഞ്ഞുങ്ങളെയും ഒരു പർവ്വതത്തിലേക്ക് മാറ്റിയതിനു ശേഷമാണ് തീയും ഗന്ധകവും എന്ന ആ വലിയ ന്യായവിധി സൊദോമിൽ പെയ്തിറങ്ങിയത്. ലൂക്കോസ് 17:29 ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും. ലോത്ത് സോദോം വിട്ട നാളിൽ. ഉൽപ്പത്തി 19:16-17 വാക്യങ്ങളിൽ ലോത്തിനെയും കുടുംബത്തെയും മാറ്റിയിട്ടാണ് അവിടെ തീയും ഗന്ധകവും വർഷിപ്പിച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പത്രോസ് ലേഖനം 2:5-6 വാക്യങ്ങളിൽ ഇത് ദൃഷ്ടാന്തമായി സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൃഷ്ടാന്തം നമ്മെ പഠിപ്പിക്കുന്ന പാഠം ലോത്തിനെയും കുടുംബത്തെയും മാറ്റിയിട്ടാണ് തീയും ഗന്ധകവും വർഷിച്ചത് എന്ന പോലെ കർത്താവിന്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെട്ടതിന് ശേഷം മാത്രമേ മഹോപദ്രവം സംഭവിക്കുകയുള്ളൂ. മറ്റൊരു സാദൃശ്യം പഴമകാലത്ത് എടുക്കപ്പെട്ട ചില വ്യക്തികളാണ്. ഹാനോക്കും ഏലിയാവും എടുക്കപ്പെട്ട 2 വ്യക്തികളാണ്. നോഹ ജലപ്രളയത്തെ അതിജീവിച്ച് ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഈ 3 വ്യക്തികളിൽ നിന്ന് വിഷയസംബന്ധിയായി നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പാഠം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നാണല്ലോ വായിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ മരണം കാണാതെ എടുക്കപ്പെടുന്ന ഒരു സമൂഹം ഉണ്ടായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ ഭംഗിയായി പറയുന്നുണ്ട്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമെക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഏലിയാവാകട്ടെ അഗ്നിമയ രഥങ്ങളിലും അശ്വങ്ങളിലുമാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. തീ കാളുന്ന ആ രഥത്തിലും അശ്വത്തിലും ഒരു മനുഷ്യനെ ആകാശമേഘങ്ങളിലേക്ക് എടുത്തു എന്നുള്ളത് തനതായ ശരീരത്തോടുകൂടെ അസംഭവ്യമായ ഒരു കാര്യമാണ്. ആ ശരീരത്തിന് രൂപാന്തരം ഭവിച്ചിട്ടാവണം അങ്ങനെ സംഭവിച്ചത്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. മരിച്ചിട്ട് രൂപാന്തരപ്പെട്ട ഒരു സമൂഹം കർത്താവിന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടും. എന്നാൽ നോഹയാകട്ടെ അന്നുണ്ടായ ജലപ്രളയത്തെ അതിജീവിച്ച് ഒരു പുതിയ ലോകത്തിലേക്ക് കാലുവെച്ചതുപോലെ യഹൂദൻ മഹോപദ്രവം എന്ന ആ വലിയ കഷ്ടതയെ കടന്നിട്ട് പുതിയ ലോകത്തിലേക്ക് കാലുവയ്ക്കുക തന്നെ ചെയ്യും. മറ്റൊരു സാദൃശ്യം കൂടെ ചൂണ്ടിക്കാണിക്കാം. യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഉദയസൂര്യൻ എന്നും നീതി സൂര്യൻ എന്നും 2 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഉദയസൂര്യൻ അഥവാ പെരുമീൻ എന്ന നക്ഷത്രം ഉദിക്കുന്നത് അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ഏകദേശം 4 മണിയായ സമയത്താണ്. പണ്ട് വാച്ചൊക്കെ ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ പുലർച്ചയ്ക്ക് മുറ്റത്തിറങ്ങിയിട്ട് നേരം ഇത്രയായി എന്ന് പറയുമായിരുന്നു. ആ പെരുമീൻ അഥവാ ഉദയ നക്ഷത്രത്തെ നോക്കിയിട്ടാണ്. ഉദയനക്ഷത്രം ഉദിച്ച് ചില മണിക്കൂറുകൾക്ക് ശേഷമാണ് സൂര്യൻ ഉദിക്കുന്നത്.
മലാക്കി പ്രവചനം 4:1-2 വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിനെ നീതി സൂര്യൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൂള പോലെ കത്തുന്ന ദിവസം വരും, അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകുമെന്ന് പറയുന്നിടത്താണ് നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ യഹൂദന് വേണ്ടി ഉദിക്കുന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉദയസൂര്യനായി യേശു ക്രിസ്തു സഭയ്ക്ക് വേണ്ടി വരുന്ന വരവാണ്. എന്നാൽ നീതി സൂര്യനായി സകലരും കാണുകെ കർത്താവ് യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വരുന്നത്. യുക്തിപരമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഒരു കാന്തൻ തന്റെ കാന്തയെ പിച്ചു ചീന്തുവാനും കഠിനമായ ശോധനയിലൂടെ കടന്നു പോകുവാനും അനുവദിക്കുമോ? നാം ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. ഒരു രാജ്യം ഒരു രാജ്യത്തോട് യുദ്ധമുണ്ടാകുന്നതിന് മുമ്പ് സ്ഥാനാപതിയെ തിരിച്ചു വിളിക്കും. അത് സ്വാഭാവികമാണ്. കർത്താവിന്റെ സ്ഥാനാപതിയായ സഭയെ ഈ ഭൂമിയിൽ നിലനിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ക്രോധാഗ്നി ഈ ഭൂമിയുടെ മേൽ ചൊരികയില്ല. പരിശുദ്ധാത്മാവാണ് ഇന്ന് സഭയെ സകല സത്യത്തിലും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ചുവല്ലോ, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. തടുക്കുന്നവൻ അതൊരു വ്യക്തിയെ കുറിച്ചാണ്, പുല്ലിംഗ രൂപമാണ്. അത് പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. തടയുന്നത് എന്താണ് എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. തടുക്കുന്നവൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുമാണ്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അഥവാ അന്തിക്രിസ്തുവിന്റെ ശക്തി ഈ ലോകത്തിൽ ഇന്നുണ്ട്. അതിന് പ്രബലമാകാൻ കഴിയാത്തതിന്റെ കാരണം ഇന്ന് മറ്റൊരു ശക്തി ഇവിടെ ഉണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. തടയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആ തടുക്കുന്നവൻ വഴിയിൽ നിന്നും മാറിപ്പോക വേണം. സഭയെ ഒരുക്കുവാനും സകല സത്യത്തിനും വഴി നടത്തുവാനും പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് സഭയുമായി ഇവിടെ നിന്ന് കരയേറിപ്പോക തന്നെ ചെയ്യും. വാഗ്ദത്ത മശിഹയായ യേശു ക്രിസ്തുവിനെ നിരസിച്ചതിന് യഹൂദന് വരാൻ പോകുന്ന ശിക്ഷയുടെ കാലഘട്ടമാണ് മഹോദ്രവ കാലഘട്ടം എന്ന് പറയുന്നത്. 70-ാം ആഴ്ചവട്ടം യഹൂദനോടുള്ള ദൈവത്തിന്റെ ഇടപെടലാണ്. സഭയ്ക്ക് ശിക്ഷയുണ്ട്, പക്ഷേ അതിനെ ബാലശിക്ഷ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാലശിക്ഷ എന്ന് പറയുന്നത് നാം ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. സഭയ്ക്ക് ബാലശിക്ഷയാണ് ഉള്ളത്, അല്ലാതെ ക്രോധശിക്ഷ അഥവാ മഹോപദ്രവം അനുഭവിക്കേണ്ടി വരികയില്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ആഹാര സാധനത്തെ രുചിപ്പിക്കുന്ന ഉപ്പ് എന്നതുപോലെ, ഇരുളിനെ മാറ്റുന്ന വെളിച്ചം എന്നതുപോലെ ഇന്ന് ദൈവസഭ ഭൂമിയിലുണ്ട്. എന്നാൽ ഈ ഉപ്പും വെളിച്ചവും ലോകത്തിൽ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഇവിടെ അന്ധകാര നിബിഡമായിരിക്കും. അരോചകത്വങ്ങൾ അരങ്ങേറുക തന്നെ ചെയ്യും. മഹോപദ്രവ കാലഘട്ടം എന്ന് പറയുന്നത് 70-ാം ആഴ്ചവട്ടത്തിന്റെ തുടക്കമാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ജാതികളുടെ കാലം തികയുന്നത് വരെ യെരൂശലേം ജാതികളാൽ ചവിട്ടപ്പെടുമെന്നാണല്ലോ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. ലൂക്കോസ് 21:24. അന്ന് വാളിന്റെ വായ്ത്തലയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരാക്കി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേമിനെ ചവിട്ടിക്കളയുകയും ചെയ്യും. ഇന്നും യെരൂശലേമിനെ ജാതികൾ ചവിട്ടുന്നുണ്ട്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്നാണ് റോമർ 11:25-15 വാക്യങ്ങളിൽ വായിക്കുന്നത്. യഹൂദനെ യേശു ക്രിസ്തുവിനെ നിരസിച്ചു കഴിഞ്ഞപ്പോൾ ജാതികളിൽ നിന്ന് ക്രിസ്തുവിനൊരു മണവാട്ടി എടുക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. ആ സഭയാകുന്ന ജാതികളുടെ കാലഘട്ടം തികഞ്ഞതിന് ശേഷം, സഭ ഇവിടുന്ന് മാറ്റപ്പെട്ടതിന് ശേഷമാണ് 70-ാം ആഴ്ചവട്ടം തുടങ്ങുന്നത് എന്ന് നാം മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകത്തെ 3 ഭാഗമായി വിഭജിക്കുന്നുണ്ട്. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. നീ കണ്ടത് എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ ആ അംഗപ്രത്യംഗ വർണ്ണനകളാണ്. തേജസ്സാർന്ന ക്രിസ്തുവിന്റെ ആ മഹത്വ രൂപമാണ്. ഇപ്പോഴുള്ളത് എന്ന് പറയുന്നത് 2-3 അധ്യായങ്ങളിൽ വിവരിക്കുന്ന 7 പ്രാദേശിക സഭയുടെ കാലഘട്ടമാണ്. ആ 7 പ്രാദേശിക സഭയുടെ കാലത്തെ സഭാചരിത്രത്തിലെ 7 ഭാഗമായി വേദപണ്ഡിതന്മാർ വിവരിച്ചു പഠിക്കാറുണ്ട്. മേലാൽ സംഭവിപ്പാനുള്ളത് എന്ന് പറയുന്നത് സഭായുഗത്തിന് ശേഷം അഥവാ 4-ാം അധ്യായത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ 4 മുതൽ 19 സഭയെക്കുറിച്ചുള്ള സുവ്യക്തമായ പരാമർശനങ്ങൾ ഇല്ല. അതിന്റെ അർത്ഥം ആ കാലഘട്ടത്തിൽ സഭ ഇവിടെയില്ല.
ദാനിയേൽ പ്രവചനം 9:27 ഒന്ന് വായിച്ച് ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. വരുവാനിരിക്കുന്ന പ്രഭുവാകുന്ന അന്തിക്രിസ്തുവിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകും ഭോജനയാകും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഇവിടെ 2-3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ശൂന്യമാക്കുന്നവന്റെ മേൽ എന്ന പദപ്രയോഗങ്ങൾ അന്തിക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞു, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ. വിശുദ്ധ സ്ഥലം എന്ന് അവിടെ അർത്ഥമാക്കുന്നത് യഹൂദന്റെ ദേവാലയമാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്നോ പൂജാവിഷയമെന്നോ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ് എന്ന്. ദൈവാലയത്തിൽ ശൂന്യമാക്കുന്നവന്റെ മ്ലേച്ഛത, ശൂന്യമാക്കുന്ന ആ മ്ലേച്ഛതയുടെ രൂപം യഹൂദന്റെ ആലയത്തിൽ അന്ന് വയ്ക്കേണ്ടി വരും. ഇന്ന് യഹൂദൻ ആലയമില്ല. AD 70 അവരുടെ ആലയം തകർന്നു പോയതാണ്. കഴിഞ്ഞ 19 നൂറ്റാണ്ടായി അവരുടെ ആലയം പണിതിട്ടില്ല. ബുദ്ധിരാക്ഷസന്മാരായ ജനമാണല്ലോ യഹൂദന്മാർ. പണവും പ്രാപ്തിയും അവർക്കുണ്ടല്ലോ. എന്തേ ഒരാലയം അവർക്ക് പണിയാൻ കഴിയാത്തത്? ഒരേ സമയത്ത് 2 ആലയങ്ങൾ നിലനിന്നുകൂടാ. അതുകൊണ്ടാണ് ഇന്ന് യഹൂദന്റെ ആലയം പണിയാത്തത്. സമാഗമന കൂടാരം മരുഭൂമിയിലെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. എന്നാൽ കനാനിലെത്തിയതിനു ശേഷം ശലോമോന്റെ ആലയമാണ് പണിതത്. ശലോമോന്റെ ആലയം തകർന്നിട്ട് പണിതത് സെരുബാബേലിന്റെ ആലയമാണ്. സെരുബാബേലിന്റെ ആലയം തകർന്നിട്ടാണ് ഹെരോദാവിന്റെ ആലയം പണിതത്. ആ ആലയം 1-ാം നൂറ്റാണ്ടിൽ തകർന്നുപോയി. അന്ന് 1-ാം നൂറ്റാണ്ടിലാണ് ദൈവസഭ ആരംഭിച്ചത്. ഇന്നേ വരെ യഹൂദൻ ആലയം പണിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന മറ്റൊരാലയം ഇവിടെ ഉണ്ട്. ആ ആലയം മാറ്റപ്പെട്ടതിന് ശേഷം മാത്രമേ അന്തിക്രിസ്തുവിന്റെ രംഗപ്രവേശനം ഉണ്ടാകുകയുള്ളൂ. ഇന്ന് യഹൂദന്റെ ആലയത്തിന്റെ പണിക്കുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും നടന്നിരിക്കുന്നതായും മിക്കതും പൂർത്തീകരിച്ചിട്ടുള്ളതായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നു. ധാരാളം വിവരണങ്ങൾ തത്സംബന്ധിയായി യൂട്യൂബിലും ഇന്റർനെറ്റിലും ഒക്കെ ഉണ്ട്. എന്നാൽ ആലയം ഇവിടെ പണിയപ്പെടണം, യഹൂദന്റെ ആലയം പണിയപ്പെടുമെന്നും അവിടെ യാഗങ്ങൾ തുടങ്ങപ്പെടുമെന്നുള്ളതും ബൈബിളിന്റെ പ്രവചന നിവർത്തിയാണ്. സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ ആലയം ഇവിടെ പൂർണ്ണ രൂപത്തിൽ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് സഭ എടുക്കപ്പെടുമെന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. 2ാമത് ആഴ്ചവട്ടത്തിന്റെ മധ്യേ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആ മധ്യേ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 ദിവസമല്ല, പ്രാവചനിക അർത്ഥത്തിൽ 7 വർഷമാണ് എന്നുള്ളതിന് സ്പഷ്ടമായ തെളിവുകളുണ്ട്. മുൻ എപ്പിസോഡുകളിൽ നാം അത് സവിസ്തരമായി പഠിച്ചിട്ടുള്ളതാണ്. ആഴ്ചവട്ടത്തിന്റെ മധ്യേ, ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണ്. ആഴ്ചവട്ടത്തിന്റെ മധ്യേ എന്ന് പറയുമ്പോൾ 3.5 വർഷമാണ്. ഈ 3.5 വർഷത്തെ വെളിപ്പാട് പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 42 മാസമെന്നും 12-ാം അധ്യായത്തിൽ 1 കാലവും 2 കാലവും അരക്കാലവും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലം എന്ന അവിടുത്തെ പദം വർഷത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ മധ്യേ എന്ന് പറഞ്ഞാൽ 3.5 വർഷം കഴിയുമ്പോൾ എന്നാണ്. ആദ്യത്തെ 3.5 വർഷം അന്തിക്രിസ്തു ഭംഗിയായി ഭരിക്കും. ആ 3.5 വർഷം കൊണ്ട് ലോകത്തിലെ സകല രാജ്യങ്ങളെയും തന്റെ അധീനതയിൽ അവൻ കൊണ്ടുവരും. ലോക രാജ്യങ്ങളെല്ലാം ആ അന്തിക്രിസ്തുവിന്റെ ചേരിയിലേക്ക് അവൻ ഒരുക്കുന്ന ഗവൺമെന്റുമായി സന്ധി ചെയ്യുകയും ആ ബന്ധത്തിൽ ഒപ്പുവെക്കുകയും ചെയ്യും. 3.5 വർഷം കഴിയുമ്പോഴാണ് ഇവിടെ യഹൂദന്റെ ആലയത്തിൽ പ്രതിമ വയ്ക്കുന്നത്. അന്ന് ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച 2 വ്യക്തികൾ ചാക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് പലസ്തീനായിൽ നിന്നുകൊണ്ട് യഹൂദനെതിരെ പ്രസംഗിക്കും. യഹൂദന്റെ ആ സന്ധിക്കെതിരെ പ്രസംഗിക്കും. നിങ്ങൾ ഉടമ്പടി ചെയ്തത് മരണത്തോടും പാതാളത്തോടുമാണ് എന്നവർ പ്രസംഗിക്കും. ആ പ്രസംഗത്തിന്റെ ഫലമായി ഒരു വലിയ ജനസമൂഹം മുദ്രയിടപ്പെട്ടവരായി വേർതിരിയപ്പെടുകയും ചെയ്യും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകും ഭോജനയാകും നിർത്തലാക്കി കളയുമെന്നാണല്ലോ ദാനിയേൽ 9:27 നമ്മൾ വായിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഹനനയാകും ഭോജനയാകും യഹൂദൻ ഇല്ല എന്ന് നാം അറിയണം. എന്നാൽ
മഹോദ്രവ കാലഘട്ടത്തിൽ യാഗങ്ങൾ ഉണ്ടായിരിക്കും. ആ യാഗങ്ങളെ അന്ത്യക്രിസ്തുവിന്റെ ഗവൺമെന്റ് ബലത്തോടെ നിർത്തിക്കളയുകയോ അവന്റെ കൂടെ പ്രതിമ വഹിച്ച് അതിനെ മ്ലേച്ഛമാക്കി തുച്ഛീകരിക്കുകയോ ചെയ്യും. ഇതൊക്കെ ബൈബിളിൽ ദാനിയേൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അഭിഷിക്തനായ പ്രഭു ഛേദിക്കപ്പെടുമെന്ന് ദാനിയേൽ പ്രവചിച്ചു. അത് സംഭവിച്ചു. വരുവാനിരിക്കുന്ന പ്രഭുവാകുന്ന അന്ത്യക്രിസ്തു വരുമെന്നുള്ളതും യഹൂദനോടുള്ള ബന്ധത്തിൽ നിറവേറാൻ പോകുന്ന ഒരു കാര്യമാണ്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന ആ പ്രത്യേക വേദഭാഗം യേശുക്രിസ്തു പറയുമ്പോൾ 70 ആഴ്ചവട്ടമെന്ന പ്രാവചനിക വിഷയത്തെ ക്രിസ്തുവും ഊന്നിപ്പറഞ്ഞു എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. മത്തായി 24:15 എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ദാനിയേൽ 9:27 ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാനിയേൽ പ്രവചനത്തിന്റെ ദൈവശാസ്ത്രീയതയും അതിന്റെ നിവൃത്തിയുടെ സാധ്യതയുമാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഊന്നിപ്പറഞ്ഞത്. കർത്താവിന്റെ ഈ വാക്കുകളോട് പൗലോസിന്റെ വാക്കുകളും ഒത്തുവരുന്നു. തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. സങ്കീർത്തനക്കാരന്റെ ഹൃദയം തകർന്നുള്ള ഒരു നിലവിളി കൂടെ ചിന്തിച്ച് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ, നിന്റെ എളിയവരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. സഭയെ കുറിക്കുവാൻ പ്രാവ് എന്ന പദം ആലങ്കാരികമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഉത്തമഗീതം 6:9, 2:14 എന്റെ പ്രാവും നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. പാറയുടെ പിളർപ്പിലിരിക്കുന്ന പ്രാവ്. എന്തുകൊണ്ടാണ് ഈ പ്രാവ് പാറയുടെ പിളർപ്പിലിരിക്കുന്നത്? ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ശുദ്ധിയുള്ള 2 പക്ഷികളെ കൊണ്ടുവരണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് 2:24 അനുസരിച്ച് ആ ശുദ്ധിയുള്ള പക്ഷികൾ പ്രാവുകളാണ്. ഒരു ഇണപ്രാവിനെ അഥവാ 2 പ്രാവുകളെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരു പ്രാവിനെ ഉറവെള്ളത്തിന് മീതെ അറുക്കുന്നു. എന്നിട്ട് അതിന്റെ രക്തം ആ ഉറവെള്ളത്തിന് മീതെ ഒഴിച്ചിട്ട് ഈ സോപ്പ് ചെടിയുടെ തണ്ട് വെച്ച് ആ രക്തം വീണ മിശ്രിതം വെള്ളം അത് കലക്കും. അതിലേക്ക് ജീവനുള്ള പക്ഷിയെ മുക്കി പൊക്കിയെടുത്ത് അതിനെ പറപ്പിച്ചു വിടും. പറപ്പിച്ചു വിടുന്ന പ്രാവിന് പറന്ന് പഴയ പ്രാക്കളുടെ കൂട്ടത്തിലേക്ക് എത്താൻ പറ്റില്ല. അതിന്റെ ആ തൂവെണ്മയുള്ള കളറ് മാറി ഇപ്പൊ രക്തപങ്കിലമായ ചുവപ്പ് നിറമായിരിക്കും. ഈ വികൃതമായ വ്യത്യസ്തമായ രൂപം കൊണ്ട് മറ്റു പ്രാക്കൾ ഇതിനെ കൊത്തിക്കൊല്ലാൻ വേദനിപ്പിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഈ പ്രാവ് പറന്നുപോയി പാറയുടെ ഗുഹരങ്ങളിൽ അറകളിൽ കൂടുവയ്ക്കും. ഇണമരിച്ചതിന്റെ വിരഹവേദന ഒരു ഭാഗത്ത്, പാറയുടെ അതിശക്തമായ ചൂട് വേറൊരു ഭാഗത്ത്, മറ്റ് ജീവികളുടെ ആ ഉപദ്രവ ഭയം വേറൊരു ഭാഗത്ത്. ഇങ്ങനെ ഒരുപാട് വേദനകൾ സഹിച്ചുകൊണ്ട് പാറയുടെ പിളർപ്പിലിരിക്കുന്ന പ്രാവിനോട് മരിച്ചു എങ്കിലും ഉയർത്തെഴുന്നേറ്റ അതിന്റെ ഇണ പറയുകയാണ്, പാറയുടെ പിളർപ്പിലിരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. ഈ പ്രാവിനെ അർത്ഥമാക്കിക്കൊണ്ടാവാം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുത്. അന്ത്യക്രിസ്തുവിനെ മൃഗമെന്ന അപരനാമത്തിലാണ് വിളിച്ചിട്ടുള്ളത്. മാനുഷികമായ യാതൊരു പരിഗണനകളോ സ്വഭാവമോ ഇല്ലാത്ത തികച്ചും മൃഗീയവും ക്രൂരവുമായ ഇടപെടലുള്ള ആ മൃഗത്തിന്റെ ഭരണം നിലവിൽ വരുമ്പോൾ സഭ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. മഹോപദ്രവം ഒരു ആ കോപത്തിന്റെ കാലഘട്ടമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. പുതിയ നിയമത്തിൽ നിന്ന് ചില വേദവാക്യങ്ങൾ കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. റോമാലേഖനം 5:9 വാക്യം, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. 1 തെസ്സലോനിക്ക ലേഖനം 1:10 വാക്യം, വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് നാം കാത്തിരിക്കുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 5:9-10 വാക്യം, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നു. അന്ത്യക്രിസ്തുവിന്റെ ഭരണം അഥവാ മഹോപദ്രവ കാലഘട്ടം ഇവിടെ നിറവേറുക തന്നെ ചെയ്യും.
അതിന് ധാരാളം തെളിവുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ മുമ്പാകെ സ്പഷ്ടമായിട്ടുണ്ട്. 2 വ്യക്തികൾ മരിച്ചു പലസ്തീന്റെ മണ്ണിൽ കിടക്കുമ്പോൾ ഭൂമിയിലെ സകല ജാതികളും വംശക്കാരും ഭാഷക്കാരും ഗോത്രക്കാരും 3.5 ദിവസം അവരുടെ ശവം കാണുമെന്ന് വെളിപ്പാട് പുസ്തകം എന്ന പുതിയ നിയമത്തിലെ പ്രവചനത്തിൽ യോഹന്നാൻ എഴുതി വെച്ചതിന്റെ നിവർത്തിക്ക് വേണ്ടിയാണ് ഇന്ന് ടെലിവിഷനും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടായി വന്നിരിക്കുന്നത്. കമ്പ്യൂട്ടർ, യന്ത്ര തലച്ചോറെന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ ഇന്ന് നിലവിലുണ്ട്. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കുവാനും കൊല്ലിക്കുവാനും സംസാരിക്കുവാനുമുള്ള ശേഷി ഉണ്ടായിരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിലെ ആ പ്രവചനത്തിന്റെ നിവർത്തി കൂടെയാണ് കമ്പ്യൂട്ടർ എന്നുള്ളത്. സൂപ്പർ കമ്പ്യൂട്ടറിന് ബീസ്റ്റ് എന്ന് പേരിടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അന്നത്തെ ഗവൺമെന്റിന്റെ ഒരു ക്യാഷ്ലെസ് ഡിജിറ്റൽ ഭരണമായിരിക്കും. ഗവൺമെന്റിന്റെ ഒരു മുദ്ര ഉണ്ടായിരിക്കും 666. ആ മുദ്രയുള്ളവനല്ലാതെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ കഴിയാത്ത കാലം വരുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, ക്യാഷ്ലെസ് പണരഹിതമായ വ്യവസ്ഥിതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബസ്സിൽ കയറിയാൽ ടിക്കറ്റ് എടുക്കേണ്ട നിങ്ങളുടെ നെറ്റിയിലോ വലങ്കയിലോ വെച്ചിരിക്കുന്ന ആ മുദ്ര ഒന്ന് കാണിച്ചു കൊടുത്താൽ മതിയാവും. ഇതൊക്കെ ശാസ്ത്രീയമായി കണ്ടുപിടുത്തങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ ഭരണം നടപ്പാകാനുള്ള സമയമായിരിക്കും. എന്നാൽ അതിനുമുമ്പ് കർത്താവ് തന്റെ സഭയെ തന്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. മഹോദ്രവത്തിനു മുമ്പ് സഭ എടുക്കപ്പെടും എന്നുള്ളതിന്റെ സ്പഷ്ടമായ ചില തെളിവുകളാണ് ഇന്ന് നാം പഠിച്ചത്. എന്താണ് മഹോദ്രവം? യഹൂദന് അനുഭവിക്കേണ്ടി വരുന്ന കൊടിയ യാതനയുടെ 7 വർഷ കാലഘട്ടത്തെയാണ് മഹോദ്രവം എന്ന് പറയുന്നത്. അതിന്റെ തീവ്രതയെ വെളിപ്പെടുത്തുന്ന 7 വേദവാക്യങ്ങൾ നാം കാണുകയുണ്ടായി. അതുപോലെ തന്നെ സാദൃശ്യങ്ങൾ നൽകുന്ന പാഠങ്ങൾ, നോഹയുടെ കാലം പോലെ, ലോത്തിന്റെ കാലം പോലെ, ഹാനോക്കിന്റെയും ഏലിയാവിന്റെയും എടുക്കപ്പെട്ടു. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ഏലിയാവ് രൂപാന്തരപ്പെട്ടവനായി എടുക്കപ്പെട്ടു. നോഹയാകട്ടെ ജലപ്രളയം കടന്ന് പുതിയ ലോകത്തിലേക്ക് കടന്നുപോലെ യഹൂദൻ മഹോദ്രവത്തെ അതിജീവിച്ചായിരിക്കും സഹസ്രാബ്ദ ഭൂമിയിലേക്ക് കാലുകുത്തുന്നത്. 70-ാം ആഴ്ചവട്ടം എന്നാൽ എന്താണ്? 69 ആഴ്ചവട്ടത്തിന്റെ അവസാനം അഭിഷിക്തനായ പ്രഭു ഛേദിക്കപ്പെട്ടു. 70-ാം ആഴ്ചവട്ടം എന്ന് പറയുന്നത് വരുവാനിരിക്കുന്ന പ്രഭുവാകുന്ന അന്തിക്രിസ്തുവിന്റെ ഭരണകാലഘട്ടമാണ്. ശൂന്യമാക്കി നമ്മളെ അയച്ചത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമെന്ന് ദാനിയേൽ പ്രവചനത്തിലെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞ വചനം നിവർത്തിയാകുവാൻ യഹൂദന്റെ ആലയം അന്നുണ്ടായി വരണം. AD 70 തകർന്ന യഹൂദന്റെ ആലയം കഴിഞ്ഞ 19 നൂറ്റാണ്ടായിട്ട് പണിതിട്ടില്ല. എന്നാൽ അധികം താമസിയാതെ യഹൂദന്റെ ആലയത്തിന്റെ പണിക്കുള്ള ക്രമീകരണങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയകളിലൂടെ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ധാരാളം വാർത്തകൾ തത്സംബന്ധിയായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സഭയാകുന്ന കുറുപ്രാവിനെ കർത്താവ് ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കുകയില്ല. ദൈവം നമ്മെ കോപത്തിനല്ല ജീവന് വേണ്ടിയാണ് വിളിച്ചത്. ഈ ലോകത്തിൽ ദൈവത്തിന്റെ കോപം കടന്നു വരുമ്പോൾ, ദൈവികമായ കോപം കടന്നു വരുമ്പോൾ കർത്താവ് തന്റെ സഭയോട് പറയും, എന്റെ ജനമേ കടന്നു വന്ന് അറയിൽ കടന്ന് വാതിലടച്ചുകൊള്ളുക, കോപം കടന്നു പോകുവോളം അല്പനേരം ഒളിച്ചിരിക്കുക. നോഹയെയും കുടുംബത്തെയും ഒരു പെട്ടകത്തിലേക്ക് ദൈവം മാറ്റി മറച്ചതുപോലെ മഹോദ്രവം വരുമ്പോൾ കർത്താവ് തന്റെ സഭയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ നിത്യഭവനത്തിലേക്ക് അവൻ നമ്മെ ചേർത്തു. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ, സന്ദേശങ്ങൾ അടങ്ങിയ ഓഡിയോ CD, DVD എന്നിവ ലഭ്യമാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപമുള്ള AG ഫെലോഷിപ്പ് സെന്ററിൽ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ ആത്മീയ ആരാധനയും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നു. നിങ്ങൾ കടന്നു വരിക, യേശു നിങ്ങളെ വിടുവിക്കും. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദൈവം നമ്മെ ഏവരെയും കാത്തു പരിപാലിക്കട്ടെ.